നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. അത്ഭുതങ്ങൾ, മായാജാലങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ജ്യോതിഷമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഓക്കെ, കൂടാതെ ലോട്ടറിയിലെ ഭാഗ്യ നമ്പരും പറയുന്ന ആളാണ്. ഓക്കെ, ഇത്രത്തോളം മാത്രമേ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. വേറെയൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ, എന്തായാലും അതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അതായത് സംഭവം ഇതാണ്. 2/8, അതായത് ആഗസ്റ്റ് 2-ന് ഒരാൾ എനിക്ക് ജ്യോതിഷം നോക്കാൻ വേണ്ടി ഡീറ്റെയിൽസൊക്കെ അയച്ചു തന്നു. ആയിട്ടൊരു ദക്ഷിണയൊക്കെ അയച്ചു തന്നു ഗൂഗിൾ പേ വഴി. ഓക്കെ, അയാൾക്ക് അന്നത്തെ ദിവസം ലോട്ടറി അടിച്ചു. ഓക്കെ, ഇത് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ആരെയും നിർബന്ധിക്കുന്നില്ല. സൗകര്യമുള്ളവർ വിശ്വസിക്കുക. ഓക്കെ, ഇന്ന് ഇപ്പോൾ 3-ാം തീയതി 3/8-ന് ദക്ഷിണ അയച്ച വേറൊരാൾക്ക് ലോട്ടറി അടിച്ചത് ഇപ്പോൾ അല്പം മുമ്പാണ് മെസ്സേജ് വന്നത്. ഓക്കെ, തുക എത്രയാവട്ടെ, കഷ്ടിച്ച് 5000 രൂപ വെച്ചാണ് അടിച്ചേക്കുന്നത്. എന്നാൽ തന്നെയും എന്തായാലും എനിക്ക് ദക്ഷിണ അയച്ച 2 പേർക്ക്, അതായത് 2-ാം തീയതി ഒരാൾ അയച്ചു, 3-ാം തീയതി ഒരാൾ അയച്ചു. അവർക്ക് 2 പേർക്കും 5000 രൂപ വെച്ച് ലോട്ടറി അടിച്ചു. ഫാക്ട്, നമ്മൾ ഉള്ളതുപോലെ പറയുന്നു, നിഷ്കളങ്കമായിട്ട് പറയുന്നു. അത് സൗകര്യമുള്ളവരൊക്കെ വിശ്വസിക്കുക, ഇല്ലാത്തവർ വിശ്വസിക്കേണ്ട. ഓക്കെ, എന്തായാലും പക്ഷേ ഒരു കാര്യമുണ്ട്, നിരവധി അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കണം. ചുമ്മാ ഒന്നും ലോട്ടറി ഒന്നും അടിക്കത്തൊന്നുമില്ല. നിരവധി കാര്യങ്ങളുണ്ട് നോക്കാൻ. ഒന്നാമതായിട്ട് രാശിഫലം അനുകൂലമായിരിക്കണം. രാശിഫലം എന്ന് പറയുമ്പോൾ രാശി മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, ലഗ്നവും കൂടി അറിയണം. കാരണം ആ ലഗ്നത്തിൻ്റെ ആ രാശിക്കും ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ അത് രാശി ഫലത്തിൻ്റെ കാര്യം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഗ്രഹനില നോക്കുമ്പോൾ ആദ്യം നമ്മൾ ലഗ്നാധിപൻ ആരാണെന്നും അയാൾക്ക് എത്രത്തോളം ശക്തി ഉണ്ടെന്നും നോക്കും. പിന്നെ അതുകൂടാതെ ഗ്രഹനിലയിൽ മൊത്തത്തിലുള്ള ഗ്രഹസ്ഥിതി നോക്കുക. എത്ര ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുണ്ട്, എത്ര ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാന ലോട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ രാഹു അഥവാ സർപ്പം, അത് അനുകൂലമാണെങ്കിൽ നമുക്ക് നേട്ടമാണ്. പിന്നെ ശനിയും വ്യാഴവും ചൊവ്വയും ശുക്രനും വ്യാഴവും എല്ലാം അനുകൂലമാണെങ്കിൽ കൂടുതൽ സാധ്യത. പിന്നെ മഹാദശ അന്തർദശ, അത് രണ്ടും അനുകൂലമായിരിക്കണം. അപ്പോൾ ഇതെല്ലാം സാധാരണ ജനങ്ങൾക്ക് അറിയില്ല, ഈ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം ജ്യോതിഷപരം. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഒന്നും അനുകൂലമല്ലെങ്കിലും ശ്രദ്ധിച്ചു കേൾക്കുക. രാശിഫലം അനുകൂലമല്ല, ഗ്രഹനില അനുകൂലമല്ല, രാഹു അനുകൂലമല്ല, മഹാദശയും അന്തർദശയും അനുകൂലമല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ എങ്ങനെ 2 സാധ്യതയാണ്, 2 ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒത്തുവരുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. അതുകൂടാതെ പിന്നെ വേറെ കുറേ അനുഷ്ഠാനങ്ങളുണ്ട്. ഏത് മന്ത്രം ജപിക്കണം, ഈ ലോട്ടറി അടിക്കാൻ വലിയ പൂജ 30 കോടിയുടെ ലോട്ടറി അടിക്കാൻ 30 കോടി രൂപയുടെ പൂജയൊന്നുമല്ല ഞാൻ പറയുന്നത്. പരമാവധി പോയ 300 രൂപ ഒരു മാസം ചിലവാക്കേണ്ട കാര്യമുള്ളൂ. എന്തിനാ അതുപോലും ചെയ്യേണ്ട, മന്ത്രജപത്തിലൂടെ നമുക്ക് നേടിയെടുക്കാം. അതുമാത്രമല്ല, ഇതിപ്പോൾ ലളിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. കഠിന വ്രതം അനുഷ്ഠിക്കുന്ന വേറൊരു രീതിയുണ്ട്. കഠിന വ്രതം അനുഷ്ഠിക്കുക, അതും കൂടി കടുകട്ടിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ തരാം. ഫോൺ വിളിക്കുകയൊന്നും ചെയ്യല്ലേ, തിരക്കോടെ തിരക്കാണ്. ഓക്കെ, തിരക്കിനിടയ്ക്കാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ തരാം. ഫോൺ വിളിക്കരുത്, വാട്സാപ്പ് കാളും വിളിക്കരുത്, മെസ്സേജ് അയക്കാം. ഓക്കെ, എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, ഇത് ഉപയോഗിച്ച് ഞാനുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ പരിഹാരം, ഈ പറഞ്ഞ വലിയ പൂജകളൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ തന്നെ പ്രാർത്ഥിക്കണം. ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത്? അതൊക്കെ ചൊല്ലിയാൽ മതി, കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ കുറുക്ക് വഴി, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതും ₹1 ചിലവില്ലാതെ, മാക്സിമം പോയാൽ ഒരു 300 രൂപ വഴിപാട് ചിലവാക്കേണ്ടി വരും. അതും വേണ്ട, മന്ത്രജപങ്ങൾ മതി. പിന്നെ വേറെയും കുറേ കൊനഷ്ട പരിപാടികളൊക്കെ ഉണ്ട്. അതായത് ചെറിയ പണികൾ, വലിയ ഹെർക്കൂലിയൻ ടാസ്കൊന്നുമല്ല ഞാൻ പറയുന്നത്. തലകുത്തിയൊന്നും നടക്കണ്ട. അപ്പോൾ എനിക്ക് ലോട്ടറി അടിക്കുന്നുണ്ടോ ചോദിക്കാം. എൻ്റെ രാഹു ഒന്നും എനിക്ക് അനുകൂലമല്ല. വലിയ ലോട്ടറിയൊക്കെ അടിക്കാൻ സാധ്യത കുറവാണ്. അത് മാത്രമല്ല, ഞാൻ തുലാരാശി ആണെങ്കിലും കർക്കിടക ലഗ്നമാണ്. കർക്കിടക ലഗ്നത്തിൽ ഇപ്പോൾ ഈ രാഹു അനുകൂലമല്ല. അത് മാത്രമല്ല, എൻ്റെ ഗ്രഹനിലയിൽ രാഹു അനുകൂലമല്ല. എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ആശ്വാസ ലോട്ടറിയൊക്കെ അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്. നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയാണ്. നമുക്കറിയാം 90% മലയാളികളും കടക്കെണിയിലാണ്. ഔദ്യോഗികമായിട്ടുള്ള കണക്ക് തന്നെ 65% പേര് കടക്കെണിയിലാണെന്നാണ്. അത് നബാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തന്നെ ഈ നാഷണൽ രജിസ്റ്റർ ബാങ്കിൽ നിന്നും സഹകരണ ബാങ്കിൽ നിന്നും കടമെടുത്തവരുടെ കടം മാത്രമാണ് പറയുന്നത്. 65% പേര്, 65% കുടുംബങ്ങൾ കടക്കെണിയിലാണ്. അപ്പോൾ ഈ ബ്ലേഡുകാരിൽ നിന്നൊക്കെ എടുത്ത, നാട്ടുപലിശയ്ക്ക് എടുത്ത കടമുള്ളവരോ അതും കൂടെ കണക്കാക്കുമ്പോൾ 90% പേരും മലയാളി കുടുംബങ്ങളിൽ 90% പേരും കടക്കെണിയിലാണ്. ഞാൻ പറഞ്ഞത് വിചാരിച്ചിട്ട് നിങ്ങൾ പോയി എന്താ പറയുക, ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ലോട്ടറി ഒന്നും എടുത്ത് കളയരുത്. 1-2 ലോട്ടറി എടുക്കുക. അത് തന്നെ സാധ്യത ഉണ്ടെങ്കിൽ മാത്രം മതി. ഏതാണ്ട് ഒരു 50%-ലധികം ആൾക്കാർക്കും സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഒരു ഏകദേശ കണക്ക്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കാര്യം, നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്നുണ്ടോ, അടിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നോക്കുക, ഞാനുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, എനിവേ, വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.